അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വരണ്ട. ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യസ്ത നിലപാടും അഴിമതിക്കെതിരായിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ, അതായത് മണ്ണാർക്കാട് നഗരസഭയിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ് കോൺഗ്രസും UDF-ഉം മറ്റേ ലീഗും ചേർന്നത്. കോട്ടപ്പാടം പഞ്ചായത്ത്, അരിയൂർ ബാങ്കിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയ വാർത്ത കൊടുക്കാൻ തയ്യാറായോ? കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഇപ്പോഴും നല്ല വിലപിടിപ്പുള്ള കാറുകളിൽ സഞ്ചരിക്കുന്ന ചില മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും മക്കളാണ് ആ ബാങ്കിനകത്ത് ജോലി ചെയ്യുന്നത്. അവർ ഈ നടുക്കടലിൽ ഇറങ്ങി നിൽക്കുന്ന അതിന് തുല്യമായിട്ടാണ് ആ ജീവനക്കാരുടെ അവസ്ഥ. പരിപൂർണമായും ആ ബാങ്ക് പൊളിഞ്ഞു. കോടികളുടെ അഴിമതിയാണ്, 1-2 കോടികളല്ല, 50-60 കോടിയിലധികം കട്ട് തിന്നിട്ടാണ്. അങ്ങനെ അരിയൂർ ബാങ്ക്, ഈ പറയുന്ന മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, കോട്ടപ്പാടം പഞ്ചായത്ത്, ഇതിലെല്ലാം ശക്തമായ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് UDF-ഉം ലീഗും കോൺഗ്രസും. അതെ, ഞാൻ പറഞ്ഞോട്ടെ CPM-ൻ്റെ അഭിപ്രായം അതിനെതിരായി ശക്തമായ സമരം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനിയും ഞങ്ങൾ സമരം കൊണ്ടുവരും. അതിനനുസൃതമായി പ്രവർത്തിക്കാത്ത CPM-ൻ്റെ ആരാണെങ്കിലും ഞങ്ങളുടെ ഘടകങ്ങളിൽ ചർച്ച ചെയ്യും. അതാണല്ലോ പാർട്ടി രീതി. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങളിങ്ങനെ ഉയർത്തിക്കാട്ടിയിട്ട് അതിനുത്തരം എന്ന് പറയുന്നതല്ല. 42,222 പാർട്ടി മെമ്പർമാരിൽ CPM-ൻ്റെ നിലപാടിനനുസൃതമായാണ് ഈ പാർട്ടി മെമ്പർമാരെല്ലാം പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് ചാഞ്ചാട്ടമോ വ്യതിയാനമോ ഉണ്ടായാൽ അത് തിരുത്തിക്കാനുള്ള ഘടകങ്ങൾ അതാത് മെമ്പർമാർ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ മണ്ണാർക്കാട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കോപ്പറേറ്റീവ് കോളേജ് വലിയൊരു പ്രധാനപ്പെട്ട സ്ഥാപനമായിരുന്നു. അതിൻ്റെ കീഴിലാണ് യൂണിവേഴ്സൽ കോളേജ് വന്നത്. അതിപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് പോയിരിക്കുന്നു. അത് ഈ CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സ്ഥാപനമാണ്. അത് ഒരു തിരിച്ച് CPM-ൻ്റെ തന്നെ ഒരു ഭരണസമിതിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും CPM-ൻ്റെ ഭരണസമിതിക്ക് CPM കിട്ടുമോ എന്ന് ചോദിക്കേണ്ട കാരണം മീഡിയ വണ്ണ് വല്ല സംശയമുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം എന്ന് പറയുന്നത് കാലാവധി പൂർത്തിയായി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തിയില്ല. അതിൻ്റെ സാങ്കേതിക ചില പ്രശ്നങ്ങൾ, നിയമപരമായ ചില കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എപ്പോഴാണോ പ്രഖ്യാപിക്കുന്നത് ആ മുറയ്ക്ക് അത് CPM-ൻ്റെ സ്ഥാപനമായി തന്നെ നിൽക്കും. പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായി എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴുള്ള കൃത്യമായി പാർട്ടി ചർച്ച ചെയ്ത് നടപടിയെടുക്കാറാണ് പതിവ്, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു അഴിമതി ആരോപണത്തിനെതിരെ പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞാൽ പാർട്ടിയിൽ ഈ വിഷയം ചർച്ച ചെയ്യും, നടപടിയെടുക്കും. അങ്ങനെ തന്നെയാണല്ലേ ഒരിക്കൽ കൂടെ പറയാം. അപ്പോൾ മാതൃഭൂമി അതാണ് ചോദിച്ചത്. മനോരമ വീണ്ടും അത് തുടർന്ന് ചോദിക്കണമെന്നേ ഉള്ളൂ. ഒരേ ചോദ്യമാണ്. അതിനുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി അഴിമതിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന പാർട്ടിയാണെന്ന് ഏതൊരു മനുഷ്യനും, ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. മനസ്സിലായില്ല? എല്ലാ കാലത്തും ആ നിലപാട് സ്വീകരിച്ച് അഴിമതിക്കെതിരെ ശക്തമായ ഫൈറ്റ് നടത്തി ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ആ നിലയ്ക്ക് ഞങ്ങൾ UDF-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വീകരിക്കുന്ന നിലപാടിൽ ജില്ലയിലെ 42,222 പാർട്ടി അംഗങ്ങളിൽ ആരെങ്കിലും വ്യത്യസ്തമായ ഒരു നിലപാടാണ് അതിന് സ്വീകരിച്ചെങ്കിൽ അത് ആ ഘടകം ചർച്ച ചെയ്ത് തിരുത്തും. അതിന് ശക്തിയുള്ള പാർട്ടിയാണ്, കരുത്തുള്ള പാർട്ടിയാണ്, ശേഷിയുള്ള പാർട്ടിയാണ് CPM.